അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ പുലർച്ചെ അവൾ തഹജ്ജുദ് നമസ്കരിച്ച് ആ ഒരു പായിലിരുന്നു കൊണ്ട് പടച്ചറബിനോട് ഒരുപാട് ദുആ ചെയ്തു. അല്ലാഹുവേ, എൻ്റെ സ്ഥിതി നിനക്കറിയാമല്ലോ അല്ലാ. അത് ഏതൊരാളും ആഗ്രഹിക്കില്ല ഇങ്ങനൊരു പെണ്ണിനെ. കാരണം നടക്കാൻ കഴിയാത്തൊരു പെൺകുട്ടിയെ ഒരാളൊരു ജീവിതത്തിലേക്ക് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആഷി ഉസ്താദിന് ഇപ്പം അങ്ങനെ തോന്നാൻ എന്തായിരിക്കും റബ്ബേ കാരണം? റഹ്മാനെ, ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയുന്നില്ലല്ലോ റബ്ബേ. ഞാൻ ഈ ഒരു വീൽ ചെയറിൽ അദ്ദേഹത്തിൻ്റെ മണവാട്ടിയാകുന്ന രംഗം എത്ര ആളുകൾ ഉസ്താദിനെ കളിയാക്കും. അല്ലാഷി, നിനക്ക് വേറൊന്നും കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴെല്ലാം അതിന് ആഷി ഉസ്താദ് എന്തുത്തരം പറയും? അവൾക്ക് സമാധാനമുണ്ടായിരുന്നില്ല. അതെ, ഹബീബ് ഉസ്താദ് വീട്ടിലേക്ക് വന്ന് വിവാഹം ആലോചിച്ചതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലാകാണ്. ആദ്യമാണെങ്കിലൊക്കെ എനിക്ക് ശരിക്കും ആരോഗ്യമുള്ളെന്ന്, അന്നാണെങ്കിൽ എനിക്ക് എല്ലാം നടക്കുമായിരുന്നു. അതെ, ഞാൻ കുഴപ്പമൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഇപ്പോഴെൻ്റെ ഭർത്താവ് എന്ന പേരുള്ള നീചനായ മനുഷ്യൻ എൻ്റെ കാലുകളെല്ലാം ഒടിച്ചിട്ടില്ലേ. ഇനി എന്താ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ റബ്ബേ, വല്ലാത്തൊരവസ്ഥ തന്നെ. അവൾ മനമൊരുക്കി പ്രാർത്ഥിച്ചു. ഒന്നുമല്ല, ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ച് മരിച്ചോളാം റബ്ബേ. അതെ, എനിക്ക് ഒരാളുടെ മുമ്പിൽ ഈ ഒരു അവസ്ഥയിൽ ഞാൻ അയാളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതല്പം വിഷമമുള്ള സംഭവമല്ലേ. അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടാവില്ലേ റബ്ബേ? എൻ്റെ ഒരവസ്ഥയിൽ ഒരാളുടെയും ജീവിതത്തിലേക്ക് ഒരു ഭാരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ല. അവൾ പടച്ചറബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് സുബഹി നമസ്കാരത്തിന് ശേഷവും അവൾ അവിടെ ഇരുന്ന് തന്നെ ഖുർആൻ പാരായണം ഓതി എന്നല്ലാതെ പുറത്തേക്ക് വന്നില്ല. സാധാരണ രീതിയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് പിതാവിൻ്റെ അടുത്തേക്ക് അവൾ പതുക്കെ വരും. അതെ, ഒരു മുസഹഫുമായി അവിടെ ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്യും ആ പിതാവിൻ്റെ കൂടെ. എന്നാൽ അന്നവൾ റൂമിൽ തന്നെയായിരുന്നു. എന്നാൽ ഇത് കണ്ട ഉമ്മ അവളെ വിളിക്കുകയാണ്. മോളെ ഹാദി, മോളെ ഹാദി. അവൾ പതുക്കെ വന്നു. ഉമ്മ, ആ അല്ല മോളെ, ഇന്നെന്താ നീ വീൽ ചെയറിൽ പെട്ടെന്ന് കോലായിലേക്ക് വന്നിരിക്കുമല്ലോ. എന്താ പറ്റിയത്? എന്ത് പറ്റി മോൾക്ക്? എന്ത് സംഭവിച്ചത്? എന്താ ഉമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഉമ്മ അത് സ്വീകരിക്കോ? എന്താ മോളെ, എന്താണ്? ഉമ്മ, മറ്റൊന്നുമല്ല. എൻ്റെ അവസ്ഥ ഉമ്മക്ക് അറിയുന്നതല്ലേ. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ഉമ്മ ഞാൻ? മോളെന്തേ പറയുന്നത്? ഉമ്മ, എന്നെ ആശ്വസ്തത് വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു അവസ്ഥയിൽ ഉമ്മ, ഏതൊരു പെണ്ണിനും അതിഷ്ടമൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഉമ്മ, അവരുടെ മനസ്സ് നമ്മളൊന്ന് കാണണ്ടേ? കാരണം അവരെന്ത് ചെയ്യും എന്നെയുമായി? അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ല ഉമ്മ. ഞാൻ ഉമ്മ ഇവിടെ അങ്ങ് നിന്നോളാം മരിക്കോളാം. എൻ്റെ ഉമ്മയിപ്പം ഉണ്ടാവുമ്പോൾ അതന്നെ എനിക്ക് സമാധാനം. മോളെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മോളെ പറയുകയാണെങ്കിൽ എന്താ മോളെ ഞാൻ പറയാം, എനിക്കറിയുന്നില്ല. പിന്നെ എൻ്റെ പൊന്നുമോള് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അവരായിട്ട് തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലേ, അല്ലാതെ നമ്മളൊന്നുമല്ലല്ലോ. ഉമ്മയുടെ വാക്ക് ഉമ്മ, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും ഉമ്മ, എനിക്ക് തോന്നുകയാണ് നമ്മളവരെ ചതിക്കുകയാണോ? മോളെ, ചതിക്കുക എന്ന് വെച്ചാൽ എന്താ? ചതിക്കുക എന്ന് പറഞ്ഞാൽ അറിയാതെ ചെയ്യുന്നതാണ്. ഇതൊരിക്കലും അറിയാതെ ചെയ്യുന്നതല്ല. അവരായിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ആഷിക്ക് നിന്നെ പഠിപ്പിക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനു വേണ്ടി ഹലാലായാൽ മാത്രമല്ലേ അതൊക്കെ നടക്കുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ഹബീബ് ഉസ്താദും ഈ ഒരു നിക്കാഹിന് വേണ്ടി അദ്ദേഹം ഒരുങ്ങി. ഏതായാലും അവർ ഇവിടെ വന്ന് പറഞ്ഞതല്ലേ. ആ മോളെ, ഉമ്മാൻ്റെ കുട്ടി വേഗം ഒന്ന് കുളിച്ചൊരുങ്ങ്, അവരിപ്പോഴും എത്തും. മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതെ, എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞിട്ടെന്താ, എനിക്ക് എൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. അല്ലെങ്കിൽ എനിക്ക് 100 വട്ടം ഇഷ്ടമായിരുന്നു എൻ്റെ ആഷി ഉസ്താദിനെ. ഇപ്പോഴും ഇഷ്ടമാണ്, ഇഷ്ടത്തിനൊരു കുറവും വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഇങ്ങനെയുള്ള എന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവൂലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് റബ്ബേ. അവളുടെ മനസ്സ് എന്തൊക്കെയോ ആയിത്തീരുകയാണ് റബ്ബേ. മോളെ, ഇനി എന്താ അവിടെ ഇരിക്കുന്നത്?
മോളിങ്ങോട്ട് വാ, വാ, മുടിയൊക്കെ ഒന്ന് ശരിയാക്കി എണ്ണയൊക്കെ തേച്ച് തരാം. ഉമ്മ, മോളൊന്നും കൊണ്ടും ഒന്നും വിഷമിക്കണ്ട. എന്നാൽ ഈ സമയം അതാ ഉപ്പയും, മോളെ ഹാദിയ, ഉപ്പാൻ്റെ കുട്ടി ഇന്നെന്ത് ഇങ്ങോട്ട് വരാഞ്ഞത്? അല്ലെങ്കിൽ ഉപ്പാൻ്റെ കൂടെ ഖുർആൻ പാരായണം ചെയ്യാൻ ഉപ്പാൻ്റെ കുട്ടിക്ക് നല്ല ഉഷാറായിരിക്കുമല്ലോ, ഇന്നത് പറ്റി? അത് ഉപ്പ ഒന്നുമില്ലപ്പാ. ആയിക്കോട്ടെ, എന്നാൽ ഉപ്പാൻ്റെ കുട്ടി വേഗം ഫ്രഷ് ആയിക്കളി, ഓല് കുറച്ച് നേരത്തെ കാലത്ത് അങ്ങോട്ട് എത്തും. ഇൻഷാ അല്ലാ. അതിപ്പോൾ ഹബീബ് ഉസ്താദിൻ്റെ പണിയാണ്. ആഷിക്കും ഒന്നും താല്പര്യമൊന്നുമില്ല. അതിപ്പോൾ കണ്ടതല്ലേ, കണ്ട കുട്ടിയല്ലേ, അവിടെയൊക്കെ നിന്ന കുട്ടിയല്ലേ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്നാലും അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ടാൽ പോരല്ലോ, പെണ്ണ് കാണേണ്ട രീതിയിൽ തന്നെ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വരവ്. ഏതായാലും ഉമ്മയും പെങ്ങളും അളിയനും ഉപ്പയും വരും ഇങ്ങോട്ട് കേട്ടോ, ഇൻഷാ അല്ലാ. ഹാദിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെന്നറിയില്ല, അവൾക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല. അല്ലാഹുവേ റഹ്മാനെ പഠിച്ചോനെ, അവൾ പടച്ച റബ്ബിൽ എല്ലാം സമർപ്പിച്ചു. മോളെ, അപ്പോഴേക്കും ഉമ്മ വന്ന് ഹാദിയുടെ ആ വലിയ മുടിയെല്ലാം നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുത്തു. വാ മോളെ, ഉമ്മ ഒന്ന് നന്നായിട്ട് കുളിപ്പിച്ച് തരാം. അങ്ങനെ അതാ അവളെ ആ ഉമ്മ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ഉമ്മ, ഞാൻ കുളിച്ചോളാം. അല്ല മോളെ, ഇന്നെൻ്റെ മോൾക്ക് മനസ്സിനുള്ളിൽ എന്തോ ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ. വരി ഉമ്മ, മുടിയെങ്കിലും നല്ല രീതിയിലൊന്ന് കഴുകിത്തരാം, വരി എന്ന് പറഞ്ഞിട്ട് അതാ അവളെ ഉമ്മ കുളിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു. മോള് വിഷമിക്കല്ലേ, മോളെന്തിനങ്ങനെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എൻ്റെ പൊന്നാര മോളെ. ഉമ്മാൻ്റെ മോൾക്ക് നല്ലൊരു ആലോചനയല്ലേ വന്നിട്ടുള്ളത്. എൻ്റെ കുട്ടി ആഗ്രഹിച്ചത് ഉസ്താദിനെ തന്നെയല്ലേ. ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതമല്ലേ ഇപ്പോൾ കണ്ടില്ല, മറ്റവൻ്റെ കൂടെയുള്ള ജീവിതമായിട്ട് ആയി തീർന്നത്. ഇനിയെങ്കിലും എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം അള്ളാഹു നൽകും, മോള് വിഷമിക്കണ്ട കേട്ടോ. അങ്ങനെ അതാ അവളെ ഉമ്മ കുളിപ്പിച്ചു കൊടുത്തു, വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. മോളെ, കുറച്ച് നല്ല ഡ്രസ്സ് ഇട്ടോ കേട്ടോ മോളെ. എന്നാൽ അവൾ ഒന്നും മിണ്ടിയില്ലായിരുന്നു. പഠിച്ചോനെ, എന്നെക്കൊണ്ട് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അത് മാത്രമായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അവൾ മാറ്റിയൊരുങ്ങി. പാവം, എൻ്റെ കുട്ടിക്ക് നടക്കാൻ കഴിയില്ലേ റബ്ബേ. അത് ആലോചിച്ചപ്പോൾ ഉമ്മയുടെ മനസ്സിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ, നമ്മളൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കുമ്പോൾ, നല്ല രീതിയിലുള്ള മക്കളെ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. ഇതിപ്പോൾ എൻ്റെ കുട്ടി ഇടങ്ങാറാകാൻ ഞാൻ മതിയായിരുന്നല്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഹബീബ് ഉസ്താദ് അതാ ഉപ്പയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ, ഉപ്പ, ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. മോളെ, എടി അവരിങ്ങ് എത്താനായി പറഞ്ഞ് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ മോളെ ഹാദിയ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് ഫ്രഷായി നല്ല രീതിയിൽ നിൽക്കട്ടോ. എൻ്റെ കുട്ടിയുടെ മുഖത്തെന്താ വല്ലാത്ത സങ്കടം ഉണ്ടല്ലോ. ഇങ്ങനെ സങ്കടം കാണിക്കല്ലേ, ഇങ്ങനെ സങ്കടം കാണിച്ചാൽ എങ്ങനെ പെണ്ണേ? ഇങ്ങനെ നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കുക. എന്നാൽ ഈ സമയം ആഷി ഉസ്താദ് അത് തൻ്റെ പ്രിയപ്പെട്ട ഹാദിയെ പെണ്ണ് കാണാൻ പോവുകയാണ് അവരെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം. അതിനുവേണ്ടി ആഷി ഉസ്താദ് പറഞ്ഞിരുന്നു, എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കോളിട്ടോ. അതൊക്കെ വാങ്ങി സെറ്റാക്കിയിരുന്നു. ഹാദിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്, എങ്കിലും ഇതാലോചിക്കുമ്പോൾ അവൾക്ക് ടെൻഷനായിരുന്നു, വിഷമായിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഹബീബ് ഉസ്താദിൻ്റെ കാറ് അറക്കൽ തറവാടിൻ്റെ ഗേറ്റ് കടന്ന് അങ്ങോട്ട് വരുന്നു. ഉപ്പ വിളിച്ചു പറഞ്ഞു, അവരിങ്ങ് എത്തിയിട്ടോ. എന്നാൽ അല്ലാ, എത്തിയോ? ഉമ്മ പറഞ്ഞു, മോളെ ഹാദി, അവരെത്തുന്നുണ്ട്, ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഹാദിയുടെ മനസ്സിൽ ചെറിയൊരു ടെൻഷനും ഭയവും എല്ലാം കൂടി. ശരിയാണ്, ഞാൻ ആ വീട്ടിൽ നിന്നതാണ്, ആ ഉമ്മയുടെയും പെങ്ങളുടെയൊക്കെ സ്നേഹം അനുഭവിച്ചതാണ് എന്ന് എനിക്കറിയില്ല. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴേ എന്തൊക്കെയോ തോന്നുകയാണ് എനിക്ക്. അവൾക്ക് ആകപ്പാട് ടെൻഷൻ. ഒരു ഭാഗത്ത് ജസീറിനെ കുറിച്ചുള്ള ആ ഒരു ഭയവും അവൾക്കുണ്ടായിരുന്നു. കാരണം എത്രയൊക്കെ തന്നെ ഒഴിവാക്കിയവൻ ഡൈവേഴ്സ് ചെയ്താലും, കാരണം അവൻ്റെ ആ ഒരു ശത്രുത അതൊരിക്കലും നിൽക്കൂല, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അല്ലാ, കേറിട്ടോ. കയറി, എല്ലാവരും കയറി. വലൈക്കും അസ്സലാം, സലാം പറഞ്ഞുകൊണ്ട് അവർ കയറി. അതെ, അറക്കൽ തറവാടിൻ്റെ ആ ഒരു വിശാലമായ ആ ഒരു മുറ്റത്തോട് അവർ വന്ന് ആ വലിയൊരു സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ അവർക്കൊരു അത്ഭുതമായിരുന്നു. അതെ പഠിച്ചോനെ, ഞങ്ങളുടെ ചെറിയ വീട്ടിലേക്ക് ഇത്രയും വലിയ വീട്ടിലത്തെ പെണ്ണിനെ കൊണ്ടുപോവേ. അതൊക്കെ ആലോചിക്കുമ്പോഴേ പഠിച്ചോനെ, ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ മകളുടെ
അവർ മകളുടെ ചെവിയിലായിട്ട് പറഞ്ഞു, പൊന്നു മോളെ, ഇവർ വലിയ ആൾക്കാരല്ല മോളെ, നമ്മളങ്ങനെ ഇവർക്ക് പറ്റുമോ? എനിക്കറിയില്ല, അവിടുത്തെ സൗകര്യം ഇവിടുത്തൊക്കെ നോക്കുമ്പോൾ എന്താണ് ഇങ്ങോട്ട് നോക്ക്, ഈ മുറ്റത്തിൻ്റെയും ഈ ഒരു കൊലായുടെയൊക്കെ ഒരു വലുപ്പവും കാര്യമൊക്കെ കണ്ടില്ലേ? പഠിച്ചോനെ, നമ്മളുടെ വെച്ച് നോക്കുകയാണെങ്കിൽ എവിടെ എത്തും എനിക്കറിയുന്നില്ല റബ്ബേ. ഉമ്മ മിണ്ടല്ലേ. അതെ, ആദ്യ പാവാണുമ്മ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവർക്കങ്ങനെ അഹങ്കാരമില്ലല്ലോ, മകള് ആയിഷയും പറയുന്നു. എന്നാൽ ഹബീബ് ഉസ്താദും ഉപ്പയും സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ ആഷി വിളിച്ചിരുന്നു, അവൻ പെട്ടെന്ന് അവളെ പഠനത്തിൻ്റെ കാര്യത്തിൽ നിന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ആഷിക്ക് വലിയ ഖേദമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ. അപ്പോൾ അവൻ പറഞ്ഞു, പഠനമൊക്കെ മുടങ്ങി നിൽക്കുന്ന അവസ്ഥയല്ലേ, അത് കണ്ടിന്യൂ ചെയ്യണം, അവൾക്കാണെങ്കിൽ താല്പര്യമാണ്, അതിന് വേണ്ടിയിട്ട്. അപ്പം ഇൻഷാ അല്ലാ ഹലാലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലല്ലോ, അവർക്ക് വേണമെങ്കിൽ ഒരു റൂമിലും താമസിക്കാമല്ലോ. മറ്റത് എന്തൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലും ശരിയാണ്, ഗുരുവും ശിഷ്യയൊക്കെ തന്നെയാണ്. എന്തൊക്കെ തന്നെയല്ല, ഒരു ടൈമിന് അതങ്ങ് നമുക്ക് പറയാൻ പറ്റില്ല, മനുഷ്യന്മാരൊക്കെ ആരില്ല. ഹലാലായി കഴിഞ്ഞാൽ നോ പ്രോബ്ലം ഇൻഷാ അല്ലാ. എന്നാൽ ആ ഉപ്പയുടെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുകയായിരുന്നു. കാരണം എൻ്റെ പൊന്നുമോൾക്ക് ഇനിയൊരു ഭാവി ജീവിതം ഉണ്ടാവില്ല, അതും ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ പൊന്നുമോൾക്ക് ഇപ്പോഴിതാ വിവാഹം ചോദിച്ചന്വേഷിച്ച് വരികയാണ് ചെയ്യുന്നത്. അറക്കൽ തറവാട്ടിലേക്ക് അവർ കയറി ഇരുന്ന ഉടനെ തന്നെ അവർക്കെല്ലാം വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്നാൽ ആ ഉമ്മ ഹാദിയുടെ ഉമ്മയോട് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാ, ഇരിക്കട്ടോ. ഇരിക്ക, ഇവിടേക്ക് ഒന്ന് കണ്ടാട്ടെ. ഏതായാലും മാഷാ അല്ലാ. എവിടെ ഹാദിയ മോളെവിടെ, മോളെ ഹാദിയ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഉമ്മ, ആഷി ഉസ്താദിൻ്റെ ഉമ്മ അകത്തേക്ക് വന്നു. മോളത് അവിടെ ആ റൂമിലാണ്. എന്നാൽ നേരെ അതാ അവൾ കിടക്കുന്ന ആ റൂമിലേക്ക് അത് ഉമ്മ പോകുന്നു. മാഷാ അല്ലാ, എത്രക്കും വിശാലമായ ആ ഒരു റൂമും ബെഡും സൗകര്യങ്ങളും കണ്ടപ്പോൾ തന്നെ അവർ അത്ഭുതപ്പെട്ടു. മോളെ ഹാദി, ആ ഉമ്മ സ്നേഹത്തോടെ അതാ അവളുടെ അരികിലേക്ക്. എന്ത് പറ്റി, എന്തെങ്ങനെ, എന്തൊരു ഉഷാറില്ലാത്തത്? സ്നേഹത്തോടെ ആ ഉമ്മ അവളുടെ കൈകളിൽ പിടിച്ച് സലാം പറഞ്ഞു. പിന്നീട് അവളുടെ മുഖം ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് മുഖത്തേക്ക് നോക്കിച്ചിട്ട്, എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക്, എൻ്റെ കുട്ടിയുടെ മുഖം ഇങ്ങനെ വാടാൻ എന്താ കാരണം, ഞങ്ങൾ വന്ന് പറ്റിയില്ലേ? അല്ലുമ്മ, അത് എന്താ മോളെ, എന്താ മോളുടെ പ്രശ്നം, എന്തെങ്കിലും ഉണ്ടോ? ഇല്ലമ്മ, ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കൊക്കെ ഒരു ഭാരമാവില്ല ഉമ്മ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഉമ്മയുടെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ ആ ഉമ്മ അവളുടെ കണ്ണീർ തോർത്തിക്കൊണ്ട് നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, സാരില്ല. എന്തപ്പം അതിന്, അങ്ങനെ എത്ര കണ്ണില്ലാത്തൊരു വിവാഹം കഴിക്കണേ, അംഗവൈകല്യമുള്ള ആളുകളെ വിവാഹം കഴിക്കണേ, ഇതിപ്പോൾ അങ്ങനെ ഒന്നും ജന്മന ഒന്നും അല്ലത്. ഇപ്പോഴത്തെ ഒരു ആക്സിഡൻറ്റ് റെഡി ആവില്ല മോളെ, അതെന്തുകൊണ്ട് മോള് വിഷമിക്കണ്ട. പിന്നെ ആഷിക്ക് അതൊന്നും കുഴപ്പമില്ല. പൊന്നു മോളെ, മോള് വീൽ ചെയറിൽ ഇരിക്കുകയാണെങ്കിലും വീട്ടിലാവുമ്പോൾ എൻ്റെ ഐഷുവിൻ്റെയൊക്കെ സഹായം ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാ. ആശയാണെങ്കിൽ അവന് പിന്നെ അവൻ്റെ മനസ്സ് നിൻ്റെ ഉസ്താദിനല്ലേ, അറിയണനല്ലേ. ആശ അതിൻ്റേതായ രീതിയിൽ മോളെ നോക്കുകയും ചെയ്യും. പിന്നെ മോൾക്ക് ഉസ്താദിനൊക്കെ ഇഷ്ടമെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കും ഇങ്ങനെ തോന്നിയിരുന്നു. പഠിച്ചവനെ, ഇനിയിപ്പോൾ കുട്ടി സമ്മതിക്കൂ എന്നുള്ള കാര്യത്തിലായിരുന്നു എനിക്ക്. മോളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വലിയ തറവാട്ടുകാർ, പണക്കാരല്ലേ, ഇത്ര വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ നിന്ന് ആ ചെറിയ വീട്ടിലേക്ക് മോൾക്ക് വരാനേ. ഉമ്മ, അതിനെന്താ, ഒരുപാട് വീടും ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉമ്മ. മനസ്സിനുള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അതല്ലോ ഉമ്മ ഏറ്റവും. മോളെ, ആ കാര്യത്തിൽ മോള് വിഷമിക്കണ്ട. ആ സ്നേഹം വാരി കോരി തരുന്നതാ ഈ ഉമ്മ. ഈ ഉമ്മ ഉള്ളിടത്തോളം കാലം എൻ്റെ കുട്ടിക്ക് സ്നേഹം കിട്ടും. ഉപ്പ അങ്ങനെ തന്നെ പാവല്ലേ. പിന്നെ ഐഷുവിൻ്റെ മനസ്സിലൊന്നുമില്ല. പിന്നെ എൻ്റെ മോന് ആഷിക്കാണെങ്കിൽ നിന്നോട് ഇഷ്ടമുണ്ട്. അപ്പം പിന്നെ മോളെന്തിനാ വിഷമിക്കണേ? ഉമ്മ, അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോൾ കരയരുതേ. മോളുടെ ആ ഒരു പുഞ്ചിരിക്കുന്ന മുഖമാണ് എപ്പോഴും എനിക്കിഷ്ടം കേട്ടോ. ഒരിക്കലും എൻ്റെ മോൾ കരയരുത്. അതെ, ഏതായാലും മോളെ, ഇതുപോലത്തെ ഒരു വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനൊരു പെൺകുട്ടിയൊക്കെ നമ്മളെ വീട്ടിലേക്ക് വന്ന് കയറാന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമില്ലേ ഉമ്മ. അത് എൻ്റെ ഈ ഒരു അവസ്ഥ കൊണ്ടാണ് ഞാൻ. അല്ല എങ്കിൽ മോളെ ആയിക്കോട്ടെ, അതൊക്കെ ശരിയാവും, ഒന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ എത്ര പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടുന്ന പരിപാടിയല്ല മോളെ അതൊക്കെ. അതുകൊണ്ടൊന്നും മോള് വിഷമിക്കും വേണ്ട, ബുദ്ധിമുട്ടാവും വേണ്ട, സങ്കടപ്പെടും വേണ്ട. മനസ്സിലായല്ലോ?
അപ്പോഴേക്കും ഐഷു അങ്ങോട്ട് വന്നു. ആ എന്താ അമ്മായിമ്മയും വരുമ്പോഴും കൂടി ഇപ്പോഴേ തുടങ്ങിയോ, നമ്മൾ പുറത്തായോ എന്ന് പറഞ്ഞ് ഐഷു വന്നു. എൻ്റെ പൊന്നാര ഐഷുവോ, എൻ്റെ ഇത്താത്തന്ന് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണെങ്കിലും നിൻ്റെ ആങ്ങളുടെ ഭാര്യ പോണല്ലേ, നിൻ്റെ ഇത്താത്തേ അല്ലോ ആദ്യം ഒന്ന് പറഞ്ഞാൽ മതി അമ്മ, എനിക്ക് ഇത്താത്തൊന്നും വിളിക്കാൻ കഴിയൂല കേട്ടോ. അല്ല നീ ആഷിക്കാനും പിന്നെന്താ ആഷിനെ വിളിക്കലേ? അല്ല ചിലപ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ പലതും വിളിക്കാറുണ്ടല്ലോ. പറയും മോൾക്ക് ഹാദിക്ക് വല്ലാത്തൊരു ടെൻഷന്. അതെ അവൾക്ക് ഇങ്ങനതായ സ്ഥിതിക്ക് എല്ലാവരും അവൾ ബുദ്ധിമുട്ടാവൂലേ, അങ്ങനെയൊക്കെ അവൾ പറയുന്നത്. എൻ്റെ പൊന്ന് ഹാദിത്താ, എനിക്ക് കാര്യങ്ങൾ പറയാണ്ട്. ഞങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ വന്ന് ഞങ്ങൾക്കൊരു ഭാഗ്യമുള്ളത്, ഞങ്ങൾക്ക് പറയാലോ. ഒന്നുമില്ലെങ്കിൽ അറക്കൽ തറവാട്ടിലെ ഹാദിയാണ് എൻ്റെ നാത്തൂനെന്ന്. എന്താ മോളെ, ഒരിക്കലും സ്വത്തും സമ്പത്തും പണവും കണ്ടിട്ടൊന്നും അതുമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലെ സ്നേഹം തന്നെയാണ് എനിക്കെപ്പോഴും വലുത്. അതുകൊണ്ട് തന്നെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അത് കണ്ടപ്പോൾ ഉമ്മക്കും സന്തോഷമായി സമാധാനമായി. എന്നാൽ ഹാദിയുടെ ഉമ്മ അത് കണ്ടു. പഠിച്ചോനെ അല്ലാ, എൻ്റെ കുട്ടിക്ക് സ്നേഹനിധിയായൊരു കുടുംബം തന്നെയാണല്ലോ റഹ്മാനെ നീ നൽകുന്നത്. എന്നാൽ ആ ഉമ്മ പറഞ്ഞു, മോളെ നമുക്കൊന്ന് എഴുന്നേറ്റ് നോക്കാൻ പറ്റുമോ നോക്കിയാലോ ഉമ്മ. എന്നാൽ ആദ്യയോട് ഐഷു പറഞ്ഞു, എന്തുമ്മ അത് കുറച്ചുകൂടെ ശരിയാവാണ്ട് ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് അടുപ്പിക്കുക. അല്ല മോളെ, എനിക്ക് തോന്നുക, എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുക എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം പഠിച്ചും കാണിച്ചു തരാതെ നിൽക്കുമെന്ന്. ഇനിയിപ്പോൾ എന്തുണ്ടെങ്കിൽ തന്നെ എന്തായാലും തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്നോ, മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഞാനും ഐഷു വീട്ടിലുണ്ടാവും, പിന്നെ എന്താ. പിന്നെ എൻ്റെ കുട്ടീനെങ്ങാനും ആശി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിൽക്കാതെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓൻ വിടൂല കേട്ടോ. പിന്നെ എപ്പോഴും ഓൻ്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വരും. എല്ലാത്തിനും ഓനും ഉണ്ടാവും. എന്തേ അതുകൊണ്ട് പൊന്നുമോൾ വിഷമിക്കണ്ട കേട്ടോ. ഏതായാലും ഐഷു അവിടെയെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഐഷുവും ഹബീബ് ഉസ്താദും. ഉമ്മ ഉപ്പ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ, മക്കളെ ശ്രദ്ധിക്കണേ. അവിടെ ചിലയിടത്ത് കാടൊക്കെ ഉണ്ടാവും. അവരുടെ വലിയ വിശാലമായ വീടിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ടുള്ള ജാതിക്ക തോട്ടങ്ങളും പേരയ്ക്കയും റംബുട്ടാനും ലിച്ചിയും സപ്പോട്ടയും മുട്ടപ്പഴവും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സുകൾ നിറഞ്ഞ തോട്ടം പോലെ. എന്നാൽ ആ ഉപ്പ പറഞ്ഞു, മൂത്തതൊക്കെ ഉണ്ടാവും, അതൊക്കെ പറിക്കുക, ഞാൻ പറിച്ചു തരാം. എന്താ ഇഷ്യൂ നിനക്ക് ഈ ഒരു ജാതിക കാണുമ്പോഴൊക്കെ നിനക്ക് എൻ്റെ വായിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വെള്ളം വരലൊക്കെ. അല്ല, ചെറിയ മാങ്ങ കണ്ടില്ലേ, പച്ചമാങ്ങ നിറയെ തൂങ്ങിക്കിടക്കുന്നത്. എന്താടി പച്ചമാങ്ങ വേണോ? പച്ചമാങ്ങ വേണം, വേണ്ടാതിരിക്കോ? അങ്ങനെയല്ലേ കയ്യിലിരിപ്പ്. ഹബീബ് ഉസ്താദിനെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ ഒക്കെ തരാമല്ലോ. എന്നാൽ ആ ഉപ്പ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു. ഇടയ്ക്കൊന്ന് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കും. ഈ തൈകളൊക്കെ ഒന്ന് തുമ്പ് വെട്ടിക്കൊടുത്താൽ മാത്രമേ വീണ്ടും പൊട്ടിത്തെളുത്തുണ്ടാവുള്ളൂ, അതിന് ഫലങ്ങളുണ്ടാവുള്ളൂ. ഇതിപ്പോൾ കുറച്ചങ്ങോട്ട് നീണ്ടുപോയി, ഇത്ര നീളാറില്ല. പിന്നെ എന്തെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനം പോയതോടുകൂടെ ഒക്കത്തിനും പോതില്ലാതായി. അതങ്ങനെ വലുതാണ്, അതിലെ കായകളങ്ങനെ കിളി കൊത്തിക്കൊണ്ടുപോണ്, അങ്ങനെ നശിച്ചു പോകുന്നു. ആരും എടുക്കാനും പിടിക്കാനും പോകാറില്ല. പിന്നെ എൻ്റെ കുട്ടി, എൻ്റെ പൊന്നുമോളുടെ കാലിന് ആരോഗ്യമുള്ള കാലത്ത് എൻ്റെ കുട്ടി ഏത് മരത്തുമ്മൽ വരെ കയറിയിരുന്നു. അതെ, ഡ്രൈവിങ് ചെയ്യാനും അതൊക്കെ എൻ്റെ കുട്ടി തന്നെ ആയിരുന്നല്ലോ ഒക്കെ ചെയ്തിരുന്നത്. അത് പേരൊക്കെ പഴുക്കുമ്പോഴേക്കും കയറി പറിക്കും. ഒരു മാങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അത് മുറിച്ച് ഉപ്പും മുളകും പൊടി ഇട്ട് കുഴച്ച് അത് തിന്നാനും. ഞാൻ പറയും, പൊന്നും മുള ഒന്ന് മൂത്തോട്ടത് ഉപ്പ, പഴുത്ത മാങ്ങനേക്കാളും രസം പച്ച മാങ്ങയാണ് എന്ന് പറഞ്ഞ് ഞാൻ വിചാരിക്കും ഓളോളം ഇഷ്ടം പോലെ കാട്ടിക്കോട്ടെ, ഓളെ തന്നെയല്ലേ ഇതൊക്കെയെന്ന് വിചാരിക്കും. അത് പഴങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്, പറിക്കാനും ആരുമില്ല, തിന്നാനും ആരുമില്ല. എൻ്റെ കുട്ടിക്ക് കാലുകൊണ്ട് സുഖമില്ലാത്തതിന് ശേഷം ഈ തോട്ടത്തിലെ പഴങ്ങളെല്ലാം നശിച്ചു പോകുന്ന പോലെയാണ്. കാരണം ഞാൻ സങ്കടം കൊണ്ട് പോകാറില്ല, എങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഞാൻ, പക്ഷേ മനസ്സ് തോന്നൂല. എൻ്റെ കുട്ടി കയറി പറിച്ച് എടുക്കുമ്പോൾ അതൊരു പ്രത്യേകമായിട്ട് ഒരു ടേസ്റ്റായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്കൊക്കെ കൊണ്ടുവന്ന് തരും. അങ്ങനെയായിരുന്നു. മരങ്ങളൊക്കെ അപ്പോൾ കുറേ നീണ്ടുപോയി. ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് റെഡിയാക്കണം. ഒരു പണിക്കാരനെ വിളിക്കണം. എനിക്ക് കഴിയുന്ന പണിക്കാരനതിക്ക് വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടാറില്ല. എൻ്റെ ഫ്രൂട്ട്സിൻ്റെത് ഞാൻ തന്നെ അങ്ങോട്ട് ശരിയാക്കലാണ്. എൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഈ തോട്ടം ഇത് കണ്ടില്ലേ, ഇത് ഒറിജിനൽ ഓറഞ്ചാണ്. ഇന്ന് നോമ്പ് തുറക്ക്,
ഇത് നിങ്ങൾ കുറച്ച് കൊണ്ടുപോയിക്കോളി കേട്ടോ. എന്നാൽ ഹബീബ് ഉസ്താദും ഐഷുവും ഹാദിയുടെ വീട്ടിലെ ഫലങ്ങളും എല്ലാം നോക്കിക്കണ്ട് അതെല്ലാം അപ്പോഴേക്കും ആ പിതാവും എല്ലാം അവർക്ക് പൊട്ടിച്ച് ഒരു കവറിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുപോയിക്കോളും, നല്ല നാച്ചുറൽ പഴങ്ങളാണ്, ഒരു വിഷം അടിക്കാത്ത വിശ്വസ്തയോടെ തിന്നാൻ പറ്റുന്ന പഴങ്ങളാണ്. അല്ലാ ഇക്ക മുന്തിരിവള്ളി ഉണ്ടോ? മോളെ മുന്തിരിവള്ളി ഒന്നല്ലായിരുന്നു, ഇവിടെ കുറേ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കണം, എന്നാൽ കിട്ടും. ഇപ്പോൾ ഇതായി വരുന്നേ ഉള്ളൂ. എങ്കിലും പൂതി ഉണ്ടെങ്കിൽ പച്ച പറിച്ച് കൊണ്ടേക്കോളിട്ടോ. നിങ്ങൾ ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ളതന്നല്ലേ ഇതൊക്കെ. എൻ്റെ സ്ഥലങ്ങൾ വേറെ ഉണ്ട്, മക്കളുടെ പേരിലൊക്കെ അങ്ങോട്ട് ആക്കി കൊടുത്തേക്കണ് കുറച്ചൊക്കെ അങ്ങോട്ട്. ഈ വീടും ഈ പരിസരവും ഇത് എൻ്റെ ചെറിയ മോള് ഹാദിയക്കും മറ്റുള്ളവർക്കും നല്ല വരുമാനമുള്ള സ്ഥലം തന്നെയാണ് ഞാൻ അവരുടെ പേരിലങ്ങോട്ട് ആക്കി കൊടുത്തത്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ ഒരു അടിപിടിയൊന്നും വേണ്ട. പ്രത്യേകിച്ച് ചില അളിയന്മാർ ചില മരുക്കളെക്കുറിച്ച് നോക്കുമ്പോഴേ എനിക്ക് സമാധാനമല്ല. എന്നാൽ നിർഭാഗ്യവശാൽ എൻ്റെ മൂത്ത മോള് ഓളുടെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞിരുന്നു നല്ല എത്രയോ ക്യാഷ് ഞാൻ കൊടുത്താണ് അവനക്ക്, അതൊക്കെ നശിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ പറഞ്ഞു കേട്ടെന്താ വെച്ചാൽ ഞാൻ കൊടുത്ത വലിയ സ്വത്ത്, അതായത് നല്ല വരുമാനമുള്ളതാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്, അത് വിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ആളെ കൊണ്ടുവരികയാണല്ലോ കാണിച്ചു കൊടുക്കാൻ. എന്താണ് ഞാൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എനിക്കറിയില്ല. ആ സ്ഥലം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള അടക്കയും തേങ്ങ എടുത്തിട്ട് അത് വിറ്റാൽ അവർക്ക് സുഖസുന്ദരമായി ജീവിക്കാം. അടക്കുണ്ട്, തേങ്ങ ഉണ്ട്, റബ്ബറുണ്ട്, അത് വിറ്റാലും. പക്ഷെ എന്താ ചെയ്യുക, മൂപ്പർക്ക് ഓനിപ്പോൾ അതും വിൽക്കണമല്ലോ. അതും വിറ്റിട്ട് ഓല് ഇടങ്ങാറാകും. എന്ത് കാര്യത്തിനാണ് വിൽക്കുന്നത് എനിക്കറിയില്ല. കടം വന്നിട്ടാണ്. എങ്ങനെ കടം വന്നത് അറിയില്ല. ഏതായാലും പോട്ടെ, സാരല്ല. ആ പിതാവ് അത് പറയുമ്പോൾ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ ജസീറും അവരും തമ്മിൽ ചെറിയൊരു ടൈപ്പ് ഉണ്ടായതും ഉപ്പാക്ക് വലിയൊരു ഇഷ്ടമല്ല. കാരണം എൻ്റെ പൊന്നുമോളെ ഇല്ലാതാക്കിയിട്ട് അതും കൂടി സ്വത്ത് തട്ടിയെടുക്കാനാണോ എന്ന് വരെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പലതവണ. എന്നാൽ ഈ വീടിൻ്റെ ചുറ്റുഭാഗത്തുമായി നിൽക്കുന്ന പഴങ്ങളുടെ തോട്ടവും പൂക്കളും പൂച്ചെടികളും അതെല്ലാം കണ്ടപ്പോൾ ഹബീബ് ഉസ്താദും ഐഷുവും വല്ലാതെ സന്തോഷിച്ചു. ഉമ്മ വിളിച്ചു, അല്ല മക്കളെ നിങ്ങളിപ്പോൾ എന്താ അവിടെ പോയി നിൽക്കണത്? നിങ്ങളെന്താ തോട്ടത്തേക്ക് ഇറങ്ങിയതാണോ? എന്നാൽ ആ പിതാവ് പറഞ്ഞു, അവരവിടേക്ക് ഒന്ന് കാണട്ടെ, അവർക്കിതൊക്കെ കണ്ടിട്ട് വല്ലാത്ത അത്ഭുതമുണ്ട്. ഓൽക്കിതൊക്കെ നമ്മളിങ്ങനെ നാച്ചുറലായിട്ടുള്ള മരത്തുമ്മലൊക്കെ ഉണ്ടാകുമ്പോൾ കാണുമ്പോഴൊക്കെ ഫ്രൂട്ട്സൊക്കെ കടയിൽ നിന്ന് വാങ്ങല്ലേ, ഇതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ. ചുരുക്കി പറഞ്ഞാൽ അറക്കൽ തറവാട്ടിലെ എല്ലാവർക്കും അങ്ങ് ഇഷ്ടമായി എന്ന് തന്നെ പറയാം. അത് പ്രത്യേകിച്ച് ഹാദിയെയും. എന്നാ പൊന്നു മോളെ, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയാലോ? ഉമ്മ പോവുകയാണെങ്കിൽ മോളെ ഉപ്പ ആ പഴങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ. മോളെ ഞാൻ കുറച്ചൊക്കെ എടുത്തു, കുറച്ച് ഉയരത്തിലായിട്ട് അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തൊന്ന് റെഡിയാക്കണം ഇൻഷാ അല്ലാ. എന്നാൽ അപ്പോഴേക്കും ആ പിതാവ് ഒരുപാട് പഴങ്ങളെല്ലാം പറിച്ച് അവരുടെ കവറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. എൻ്റെ കുട്ടി കാലിന് ശേഷിയില്ലാത്ത കുട്ടിയാണ്. എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്താ ചെയ്യുക. എന്നാൽ അത് ആഷി ഉസ്താദിൻ്റെ ഉപ്പ പറയാണ്, അതുപോലുള്ള കുട്ടീനെ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. ഇൻഷാ അല്ലാ ഞങ്ങൾക്കത് മതി, അതിനും വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ ഉപ്പ പിതാവിനോട് സലാം പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ, പടച്ചോനെ എല്ലാം കാണുന്നുണ്ടല്ലോ കേട്ടോ. അങ്ങനെ അറക്കൽ തറവാട്ടിലെ ആ വിശാലമായ മുറ്റത്ത് നിന്ന് ഒരുപാട് പഴങ്ങളും പൂക്കളുമെല്ലാം പറിച്ച് ഐഷു അത് കവറിലാക്കി നേരെ ഡിക്കിയിലേക്ക് വെക്കുകയാണ്. എന്നാൽ ഉമ്മ അപ്പോഴേക്കും അവളെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ടുവന്നു. അതെ, ആഷിയുടെ ഉമ്മ. സത്യം പറഞ്ഞാൽ ആഷിയുടെ ഉമ്മ വീൽ ചെയറിൽ അവളെ ഇങ്ങനെ തള്ളിക്കൊണ്ടുവന്ന് കണ്ടപ്പോൾ തന്നെ ശരിക്കും അവളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുകൾ നിറഞ്ഞു. അതെ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, ഇത് എൻ്റെ മോനക്കുള്ള പെണ്ണ് തന്നെയാണ്, എൻ്റെ ആഷിക്കുള്ള പെണ്ണാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഹാദിയുടെ നെറുകിൽ ഒരു ചുംബനം അർപ്പിക്കുന്നു ആ ഉമ്മ. എന്നാൽ ഇൻഷാ അല്ലാ പെട്ടെന്ന് ഇനിയിപ്പോൾ ആഷി വരുന്ന ഡേറ്റ് ഒന്ന് കിട്ടണം. എപ്പോഴാണെങ്കിലും ഫ്ലൈറ്റിൽ വരാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ. എന്നാൽ അവിടെ ഒന്നും കുഴപ്പമില്ലല്ലോ. അവിടെ ഒന്നും കുഴപ്പമില്ല, അവിടെയൊക്കെ ഉണ്ടാവുമായിരിക്കും. ആഷി ഉസ്താദ് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഹാദിയുടെ കൈകാലുകൾ കുഴയാൻ തുടങ്ങി. റബ്ബേ, അല്ലാ പഠിച്ചോനെ, ഞാൻ എന്തേ കേൾക്കുന്നത്?
സത്യം പറഞ്ഞാൽ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് അതാ അവരിറങ്ങുമ്പോൾ അവരുടെ ആ ഒരു കാറിനടുത്തേക്ക് ഉപ്പ വലിയൊരു വാഴക്കുല വെട്ടി അതാ കൊണ്ടുവരുന്നു. അല്ല, ഇതെന്താ? ഇതേ നല്ല ഞാലിപ്പൂവും പഴമാണ്, കുന്നമ്പഴമുണ്ട്. പിന്നെ നല്ല രസമായിരിക്കും ഇത് പഴുത്താൽ. ഇത് മൂത്ത് നിൽക്കണം, വെട്ടണമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. കുറച്ചധികം പച്ചമാങ്ങയും അവിടെ ഉണ്ടായ വിഭവങ്ങളുമെല്ലാം കൂടുതൽ പറിച്ച് അവരുടെ വണ്ടിയിലാക്കി നിറച്ചു കൊടുത്തു. ആ, നിങ്ങൾ ഇൻഷാ അല്ലാ പോയിട്ട് വരി. ആയിക്കോട്ടെ, എന്നാൽ ഞങ്ങൾ പോട്ടെട്ടോ. അസ്സലാമു അലൈക്കും. സത്യം പറഞ്ഞാൽ അറക്കൽ തറവാട്ടിൽ നിന്ന് അവരിറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഐഷു പറഞ്ഞു, ഉമ്മ നമുക്ക് പറ്റിയ കുടുംബം തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ മോളെ? ഇൻഷാ അല്ലാ എന്ന് പറയാം മോളെ. അതെ ഉമ്മ, എനിക്ക് ഒത്തിരി സന്തോഷം. സത്യം പറഞ്ഞാലേ എനിക്ക് അവിടെ ഉറങ്ങാനാണ് തോന്നിയത്. ആ വീട്ടിൽ എന്ത് രസമായിരിക്കും അല്ലേ? നല്ലൊരു പച്ചപ്പും തണുപ്പൊക്കെ നിറഞ്ഞ നല്ലൊരു വീട്, മാഷാ അല്ലാ. എന്നാൽ നിനക്ക് അവിടെ തന്നെ നിന്നൂടായിരുന്നോ? ഹബീബ് ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം. നിൽക്കാലോ, നമുക്കിനി പാർക്കാൻ പോലോ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. എന്നാലും അവർക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. അതെ, അറക്കൽ തറവാട്ടിൽ നിന്ന് അവരിറങ്ങി വരുമ്പോൾ പെട്ടെന്ന് തന്നെ നിക്കാഹ് കഴിയണം, ഇവരുമായി പെട്ടെന്ന് ബന്ധം സ്ഥാപിക്കണം എന്നുള്ള ചിന്തയായിരുന്നു അവർക്കെല്ലാവർക്കും. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ആഷി ഉസ്താദ് എപ്പോഴെത്തും, എപ്പോൾ നിക്കാഹ് കഴിയും, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.